2024 നീറ്റ് എക്സാമിൽ വെറും 2 മാസത്തെ ഒരു ക്രാഷ് പ്രോഗ്രാമിലൂടെ 720-ൽ 720 കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്, ഒരു പുതിയ പ്രോഗ്രാമാണ് 720 വിത്ത് ബ്രില്യൻറ്റ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു 720 വിത്ത് ബ്രില്യൻറ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കോഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സംശയമുള്ള എല്ലാവർക്കും ആ ഒരു വീഡിയോ കണ്ട് സംശയം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു 720 വിത്ത് ബ്രില്യൻറ്റിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗൂഗിളിൽ ബ്രില്യൻറ്റ് പാലാൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിന് ലിങ്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ഒരു ലിങ്ക്. സോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കോഴ്സുകൾ കാണാൻ സാധിക്കും. റിപ്പീറ്റേഴ്സ്, ടെസ്റ്റ് സീരീസ്, CUT, 720 വിത്ത് ബ്രില്യൻറ്റ്, ക്രാഷ്, സ്ക്രീൻ ടെസ്റ്റ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് സീരീസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ വേണ്ടത് 720 വിത്ത് ബ്രില്യൻറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കോഴ്സസിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രാഷ് പ്രോഗ്രാമിൽ 720 വിത്ത് ബ്രില്യൻറ്റ് നീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ ഇവിടെ തൊട്ട് താഴെയായിട്ട് 720 വിത്ത് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. യെസ്, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു 720 വിത്ത് ബ്രില്യൻറ്റിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് കോഴ്സിനെ പറ്റിയുള്ള കുറച്ച് കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കോഴ്സ് ബ്രോഷർ, ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കോഴ്സ് ബ്രോഷറും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രോഷർ വായിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ ഒരു ബ്രോഷറിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. ക്ലാസ് സ്റ്റാർട്ട്സ് ഓൺ ഡിസംബർ 4 തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം രജിസ്ട്രേഷനും ഉണ്ട്. അപ്പം താല്പര്യമുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ബ്രോഷർ. സോ ഈ ഒരു ബ്രോഷർ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. ഓക്കെ, യെസ്, ഈ ഒരു കോഴ്സ് ബ്രോഷറിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയായിട്ട് ഇവിടെ കോഴ്സ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഹു ആർ കംപ്ലീറ്റഡ് ഓർ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12 ക്യാൻ ജോയിൻ. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, യെസ്, അപ്പോൾ എന്തായാലും ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളിവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് കാണും. സോ ആ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സൈൻ അപ്പ്. സോ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ക്ലാസ് സ്റ്റഡിങ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് +2 സ്റ്റഡിങ്, ഈ ഒരു +2 സ്റ്റഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ക്ലാസ് +2 ക്രാഷ് ഓർ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം, ഈ ഒരു ഓപ്ഷൻ കൊടുത്താലും മതിയായിരിക്കും. ഓക്കെ, എന്തായാലും ഇതൊരു 2 months ക്രാഷ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് +2 ക്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ഒരു I agree എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട്, ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും. നമ്മൾ ഏത് മൊബൈൽ നമ്പർ വെച്ചാണോ ഇപ്പോൾ കൊടുത്തത് ആ ഒരു നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു OTP നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
യെസ്, അപ്പോൾ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് പ്രൊഫൈലാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേര് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID യും ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഭാവിയിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് നിങ്ങളുടെ പാസ്വേഡ് യൂസ് ചെയ്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നത്. സോ ഇതാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മൈ കോഴ്സസിനകത്ത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഒരുപാട് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇപ്പം എൻറോൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിവിടെ വേണ്ടത് 720 വിത്ത് ബ്രില്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് 720 വിത്ത് ബ്രില്യൻ്റ് നീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു ഇവിടെയാണ് നമ്മളിപ്പം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ഇവിടെ സെലക്ട് സെൻറ്റർ അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് ഇത് രണ്ടും നമ്മളിപ്പം ഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെ കുറച്ച് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് രണ്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെലക്ട് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി വരുന്നത് ഓൺലൈൻ മോഡിലായിരിക്കും. സോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈൻ മോഡിലായിരിക്കും ഈ ഒരു 720 വിത്ത് ബ്രില്യൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത്. സോ ഈ ഒരു സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ വിത്ത് മെറ്റീരിയൽ അതുപോലെ തന്നെ ഓൺലൈൻ വിത്തൗട്ട് മെറ്റീരിയൽ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ വിത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ വിത്തൗട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ തൽക്കാലം ഓൺലൈൻ വിത്ത് മെറ്റീരിയൽ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് ഡിസംബർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ താഴെ നിങ്ങളുടെ ആ ഒരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫീസാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓൺലൈൻ വിത്ത് മെറ്റീരിയൽ കൊടുത്തപ്പോഴാണ് ഇത്രയും എമൗണ്ട് വന്നത്. സോ നമുക്ക് ഈ ഒരു ഓൺലൈൻ വിത്തൗട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫീസ് വരുന്നത് ഇത്രയും ആയിരിക്കും. സോ ഇത്രയും എമൗണ്ട് ഇവിടെ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷൻ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഫീസായിട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വിത്ത് മെറ്റീരിയൽ കൊടുക്കാം. ശേഷം ഇവിടെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അടുത്തായിട്ട് നിങ്ങളുടെ കുറച്ച് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി ഡീറ്റെയിൽസ്, പ്രൈമറി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. സോ നമുക്കതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. പ്രൈമറി ഡീറ്റെയിൽസ് സെലക്ട് സ്ട്രീം, അതായത് നിങ്ങൾ ഏത് സ്ട്രീമിലാണ് പഠിക്കുന്നത്, CBSE ആണോ, SLC ആണോ, ICSE ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ തൽക്കാലം CBSE കൊടുക്കുകയാണ്. ഓക്കെ, CBSE കൊടുത്തു കഴിയുമ്പോൾ ക്ലാസ് 10 ഡീറ്റെയിൽസും കൂടെ നിങ്ങളിവിടെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ക്ലാസ് 10 ഡീറ്റെയിൽസും വരുമ്പം ഇയർ ഓഫ് പാസിംഗ്, സെലക്ട് സ്റ്റാറ്റസ്, എൻ്റർ റോൾ നമ്പർ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ കൊടുക്കണം. ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാം, സെലക്ട് സ്റ്റാറ്റസ്, പാസ്റ്റ്, റോൾ നമ്പറും കൊടുക്കുക. ഓക്കെ, ശേഷം എൻ്റർ ക്ലാസ് 10 മാർക്ക്, 10 നിങ്ങളുടെ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഔട്ട് ഓഫ് 100 മാർക്ക് എത്രയാണെന്ന് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ അതും ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലോഡ് 10th മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ 10 മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ നമുക്കതൊന്ന് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും മാക്സിമം ഈച്ച് ഫയൽ സൈസ് അപ് ടു 1 MB. അതുപോലെ തന്നെ ഫയൽ ഫോർമാറ്റ് JPG ഓർ PNG ആൻഡ് PDF ഓൺലി. ഓക്കെ, JPG PNG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയൽസ് മാത്രമായിരിക്കും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് 1 MB ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാം. യെസ്, അതിനുശേഷം ഇവിടെ എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് അത് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. സെലക്ട് സ്ട്രീം കൊടുക്കാം. HSE ആണോ, CBSE ആണോ, ICSE ആണോ, അത് നിങ്ങൾക്ക് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം CBSE ആണ് കൊടുക്കുന്നത്. യെസ്, അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ എൻ്റർ ക്ലാസ് +2 ക്ലാസ് ഡീറ്റെയിൽസ്, ഇയർ ഓഫ് പാസിംഗ് അതുപോലെ തന്നെ റിസൾട്ട് സ്റ്റാറ്റസ് കൊടുക്കുക. സെലക്ട് സ്റ്റാറ്റസ്, നിങ്ങൾ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് ആണെങ്കിൽ അത് കൊടുക്കുക. അതായത് നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതല്ല നിങ്ങൾ +2 പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. യെസ്, അപ്പോൾ തൽക്കാലം ഞാനിവിടെ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ പാസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു +2ൻ്റെ മാർക്ക് ഡീറ്റെയിൽസും കൊടുക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഔട്ട് ഓഫ് 100 നിങ്ങളുടെ മാർക്കും നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ഓക്കെ, യെസ്, അപ്പോൾ എന്തായാലും ഞാനിവിടെ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ
നിങ്ങൾ കാണാൻ സാധിക്കും നീറ്റ് 2023 സ്കോർ. അതായത് നിങ്ങൾ നീറ്റ് എക്സാം 2023 നീറ്റ് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതായത് നിങ്ങൾ നീറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നീറ്റ് എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇയർ, മാർക്ക്, ആപ്ലിക്കേഷൻ നമ്പർ, മാർക്ക് ഷീറ്റ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാനിവിടെ എന്തായാലും ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അറ്റൻഷൻ മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സെൻറ്റർ ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. അതായത് നിങ്ങളിവിടെ ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലാസ് 10 ഡീറ്റെയിൽസും അതുപോലെ തന്നെ +2 ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു തെറ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് അടുത്ത പേജിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓർ ഗാർഡിയൻ ഇമെയിൽ, മദേഴ്സ് നെയിം, മദേഴ്സ് ഇമെയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യമായിട്ട് തന്നെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, യെസ്, ആ ഒരു അപ്ലോഡ് ഫോട്ടോ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു കുറച്ച് ഫോട്ടോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കേണ്ട അത്യാവശ്യമാണ്. സോ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ്, അപ്ലോഡ് പാസ്പോർട്ട് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റ് ബിലോ 300 KB. 300 KB താഴെയുള്ള JPG ഓർ PNG ഫോർമാറ്റിലുള്ള ഫോട്ടോ മാത്രമായിരിക്കണം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തത് കറക്റ്റ് തന്നെ അല്ലേ നോക്കുക, തെറ്റൊന്നും വരുത്താതെ നോക്കുക. എല്ലാവരും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് സ്കൂൾ ലാസ്റ്റ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിങ്, അതുപോലെ തന്നെ അഡ്രസ്, ലൈൻ, കൺട്രി. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ, നിങ്ങൾ ഏത് സ്കൂളാണ് +2 ഏത് സ്കൂളാണ് കംപ്ലീറ്റ് ചെയ്തത്, ഓർ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, അഡ്രസ്സ്, കൺട്രി, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ അത്രയും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അടുത്തായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് വരുന്നത്. സോ ഇതും നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിച്ച് തെറ്റൊന്നും വരുത്താതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, യെസ്, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് കോഴ്സ് പേയ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള പേയ്മെന്റ് ആണ് ഇപ്പോൾ നടത്തേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഫീ സ്ട്രക്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഇത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫീ ആയിട്ട് ഇവിടെ പേ ചെയ്യേണ്ടത്. സോ ഈ ഒരു പേയ്മെന്റ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ പേ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ മോഡലും അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡലും. നിങ്ങൾ ഓൺലൈൻ മോഡലാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാർഡ്സ് വഴിയോ UPI വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം. ഇതല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡിലാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ്സ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തായാലും പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി ഈസി. സോ ആ ഒരു ഈസി മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. പേ ഓൺലൈൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡ് ടു പേ, ഈ ഒരു പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു റീഫണ്ട് പോളിസിയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നോക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാർഡ് വഴിയും UPI വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താം. സോ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു UPI ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം എല്ലാവരും കൂടുതലും UP ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ UP ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് UPI ID ഓർ മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഇവിടെ ഈ ഒരു UPI ID കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 720 വിത്ത് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഇവിടെ നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വരുന്നതായിരിക്കും. ശേഷം ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ സംശയമുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ എൻറോൾ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ സമയം കളയാതെ ഈ ഒരു 720 വിത്ത് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.